ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്കൊരു ചെറിയൊരു മിനി ഷോപ്പിംഗ് വെച്ചാൽ ആമക്കൊക്കും ഉമ്മാക്കുമായി ഇനി മോക്ക് എടുക്കാണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ താത്തയും കുട്ടികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നെല്ലിക്കുത്ത് പോയി ഓല കയറ്റിയിട്ട് പിന്നെ പർച്ചേസിങ്ങിന് പോവുക ചെയ്യണം, അങ്ങനെയാണ് പ്ലാന്. അപ്പോൾ ഇടയിൽ നമ്മളൊന്ന് ചായ കുടിക്കാൻ നിർത്തി ആ ഷോപ്പിൽ നിന്ന് ബർഗർ പറഞ്ഞ് എനിക്ക് കൊണ്ടുവന്നു. കാണുന്ന ഭാഗത്ത് മാത്രം ചെറിയൊരു ചിക്കൻ പീസ്, അത് ഞാൻ പ്രത്യേകം പറയുക ചെയ്യും, കാരണം അങ്ങനെയൊന്നും ആൾക്കാരെ പറ്റിച്ചാൻ പാടില്ല ഒരിക്കലും. അതൊരു ബാഡായ കാര്യം തന്നെയാണ്. അപ്പോൾ എത്ര റേറ്റ് എന്നൊന്നും ഞാൻ ചോദിച്ചാൽ പോയിട്ടില്ല. എനിക്കത് ഭയങ്കര മോശമായ കാര്യമായി തോന്നി. കാരണം അതിനനുസരിച്ച് ക്യാഷ് പോലും വാങ്ങുന്നുണ്ടാവുമല്ലോ, അറിയില്ല കേട്ടോ. ഇനി ബഡ്ജറ്റിനനുസരിച്ചാണോ എന്നും നമുക്കറിയില്ല. നമ്മളവിടുന്ന് ഒരു കോഫിയും പഴംപൊരിയും എന്തൊക്കെയോ തിന്നു, എന്തിനായി എനിക്കറിയത്തില്ല. പഴംപൊരിയൊക്കെ തിന്നു. മൂപ്പര് പിന്നെ ഞാൻ ചായ കുടിച്ചിട്ട് എനിക്ക് വേണ്ട ഈ കുടിച്ചോ എന്ന് പറഞ്ഞു. കാരണം സാധാരണ ഞാൻ ഉച്ചക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാത്രി ഫുഡ് കഴിക്കുള്ളൂ. അതോ ഇനി രാത്രി ആവോളം നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് തല മിന്നാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചായ കുടിച്ചിട്ട് പോവാൻ വിചാരിച്ച് ചായ കുടിച്ച് ഇവിടെ എത്തിയപ്പോൾ ഓലൊക്കെ റെഡിയായി. നമ്മൾ അവിടുന്ന് പോന്നു. നമ്മൾ നേരെ വിട്ടത് ലൂക്കിക്കാണ്. നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് ലൂക്കീത്തെ. അവിടെ നല്ല അടിപൊളി കളക്ഷൻസൊക്കെ സാധാരണ ഉണ്ടാവല്. ഇന്ന് 50% ഓണം ഓഫർ നടക്കുകയാണ് ഇവിടെ. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്കണേ. നല്ല ഓഫറാണ് നടക്കുന്നത്, പറയാതിരിക്കാൻ വയ്യ. അത് നമ്മൾ 2-3 ദിവസം മുന്നേ വലിയ ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഏതോ ഇൻസ്റ്റാ ഇൻഫ്ലുവൻസറൊക്കെ വിളിച്ചിട്ട്. അതുകൊണ്ടാണ് തോന്നുന്നു കുറേ ക്ലിയർ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം അയക്കണ്. പക്ഷെ നല്ല സാധനം ഉണ്ട് കേട്ടോ, അത് പറയാനാണ്. കോട്ടൻ്റെ ചുരിദാറിനൊക്കെ 1000 സംതിങ്ങിൻ്റെ ചുരിദാറിന് 700-600 അങ്ങനത്തെ ആ റേഞ്ചൊക്കെ ഉള്ളൂ. പിന്നെ ചുരിദാർസൊക്കെ പിന്നെ മോഡേൺ ചുരിദാറൊന്നും വന്നിട്ടില്ല, ഒരു സ്റ്റോക്ക് ഇറക്കാൻ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചപ്പോൾ. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ക്യാമറയും വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് ഓഫാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് ഇനി ഇവിടുന്ന് കുട്ടിക്ക് നോക്കിയിട്ട് കാര്യമില്ല, കിട്ടൂല. പിന്നെ നിഷുവിനും ജസ്റ്റ് നോക്കി, അത് കുഴപ്പമില്ല, പക്ഷേ ഇതൊരു ഓൾഡ് ഫാഷനായിപ്പോയി. അപ്പോൾ പിന്നെ നമ്മളത് പർച്ചേസ് ചെയ്തില്ല. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ഈ കിഡ്സിൻ്റെ ഡെമ്മൊക്കെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ക്യൂട്ടായി തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇത് ഇവിടുത്തെ ഒരു സ്റ്റാഫാട്ടോ, നമ്മൾ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഓൻ ഏതോ ഒരു കുട്ടിനെ വാങ്ങി പിടിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെയായിരുന്നു, വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ കിഡ്സിൻ്റെ കളക്ഷൻസ് അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഭയങ്കര റേറ്റ് ഒന്നുമില്ല, അഫോർഡബിൾ റേറ്റേ ഉള്ളൂ, ഒരു സാധാരണക്കാർക്ക് താങ്ങണ റേറ്റേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി തോന്നിയത് അതാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ്സായും അടിപൊളി സ്റ്റാഫ്സാണ്. ഭയങ്കര നമുക്ക് മോഡേൺ ഡ്രസ്സൊക്കെ ഓലന്നെ അതിക്ക് കളർ കോമ്പോ ഒക്കെ ഓലന്നെ ചെയ്തുതരും. പിന്നെ അതൊക്കെ നോക്കി കുറച്ചൊക്കെ ഡ്രസ്സൊക്കെ നോക്കിക്കാണ്ട് കുറച്ച് പട്ടിഷോ മിററിൽ നോക്കി പട്ടിഷോയും കാട്ടി. പിന്നെ ഇതേതോ പാട്ടുകാരത്തിയാണ്, വില മോഡലെന്ന് തന്നെ പറയുന്നു, മോഡലാണ്. അപ്പോൾ ഓളപ്പം നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഓളെ കുറിച്ച് ചോദിച്ചാണ് നിങ്ങൾക്ക് എത്ര വർഷമായില്ല ആളാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറേ ആയിട്ട് ഇവൾ തന്നെയാണ് മോഡൽ ചെയ്യലെന്ന് പറഞ്ഞു. പിന്നെ താത്ത എന്തൊക്കെയോ അവിടുന്ന് ടീഷർട്ട്, പാൻറ്റ്, ജീന് അങ്ങനെ എന്തൊക്കെയോ എടുത്തു, എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ചെറിയ പെൺകുട്ടികളുടെ ഡ്രസ്സ് കണ്ട അതിങ്ങനെ നോക്കി സൂം ചെയ്തെടുക്കുക, അത്രയും എൻ്റെ ഇതിലുള്ളൂ. അല്ലാതെ ഞാൻ അധികമൊന്നും അങ്ങനെ ഇപ്പോൾ നോക്കലില്ല. എനിക്ക് പോയപ്പോഴൊന്നും ഇപ്പോൾ താല്പര്യമില്ലാതെ. ഈ ഷോൾസിനൊക്കെ 100 രൂപ അങ്ങനെയൊക്കെയുള്ളൂ, 100-150 അങ്ങനെയൊക്കെയുള്ളൂ പകുതി വില അതിനൊക്കെ. പിന്നെ ഓല അവിടെ നിന്ന് എന്തോ ഓണം ഓഫർ ഒന്നും കൂടി അനൗൺസ് ചെയ്യാൻ വേണ്ടി ആ പെൺകുട്ടിനെ വിളിച്ച് വരുത്തിയതാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കുന്നിടത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചങ്ങോട്ട് നടന്ന് നോക്കട്ടെ. ഇവിടെ ഈ ഭാഗം കിഡ്സിൻ്റെ ഷോപ്പ് കൂടുതലുള്ളൊരു ഏരിയയാണ്. അപ്പോൾ എന്നും വണ്ടി AC അല്ലേ, അപ്പോൾ ഒന്ന് വെറൈറ്റിക്ക് നടക്കാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. നടന്ന് ഊപ്പൂട് ഊരിക്കണ്, അത് വേറെ വിഷയം. പിന്നെ കോടി പറഞ്ഞ ഷോപ്പുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, പക്ഷേ റേറ്റ് അത് സാധാരണക്കാരെ കൊണ്ട് ഒരിക്കലും താങ്ങാത്ത റേറ്റാണ്. ഡ്രസ്സ് നല്ല മോഡേൺ ഡ്രസ്സുകളുണ്ട്, പക്ഷേ റേറ്റ് നമ്മളെ കൊണ്ട് താങ്ങൂല, അമ്മാതിരി റേറ്റാണ്. പക്ഷെ ഡ്രസ്സ് നല്ല മോഡൽ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ അതിനൊക്കെ ഭയങ്കര റേറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് താത്ത ഡ്രസ്സൊക്കെ നോക്കി, ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി. ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ, ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. അതിന് തന്നെ 2000 സംതിങ്. പ്രത്യേകിച്ച് അതിന് ഹാൻഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ബോഡി ഒക്കെ മാത്രമേ വർക്കുള്ളൂ, സ്കേർട്ടിനൊന്നും വർക്കില്ല. എന്നിട്ട് തന്നെ 2300 ആ റേഞ്ചൊക്കെ വന്നത്. ഒരിക്കലും അത്രയൊന്നും വരില്ല.
ഞാൻ പറയണമെങ്കിൽ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ സറാറ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടില്ലേ, ഇപ്പോൾ അത് ട്രെൻഡിങ്ങിൽ കളിക്കണില്ലല്ലോ. കുറേ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചൊക്കെ നോക്കിയായിട്ടാണ്, അതുകൊണ്ട് കുറേ വലിച്ചിടിപ്പിച്ചില്ല. സാധാരണ നമ്മൾ പെണ്ണുങ്ങളെ സ്വഭാവം അതാണല്ലോ, വലിച്ചിടിപ്പിച്ചും അത് എടുക്കൂല നമ്മൾ പോലും. പിന്നെ നോക്കുന്ന ഈ ലാവണ്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം. പക്ഷെ അതിന് ഭയങ്കര റേറ്റാണ്. ആ സ്റ്റോൺസിൻ്റെ വിലയാണോ സംശയമുണ്ട്, ഭയങ്കര റേറ്റാണ്. പിന്നെ ബോഡി ഷേപ്പ് പോലെ ഇരിക്കണ എന്താ പറയുക, ഈ സെലിബ്രിറ്റീസൊക്കെ ഇടുന്ന ഷേപ്പ് ഡ്രസ്സില്ലേ, അതൊക്കെ ഉണ്ട്. അതൊക്കെ രസമുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് അപ്പോൾ വലിയ താല്പര്യമില്ലേനു. പിന്നെ നമ്മൾ അവിടെ തന്നെ പോയി അതന്നെ എടുത്ത് പോരുക ചെയ്തത്, അതാണ് സത്യം. കണ്ടോ കിഡ്സിൻ്റെ ഡ്രസ്സ് എന്തോ ഒരു ഭംഗിയിലെ ഗേൾസിൻ്റെ ഡ്രസ്സ് എന്ന് പറയും. ഈ ജെൻസിനൊന്നും മോഡൽ ഡ്രസ്സേ അല്ല, ഒരു ട്രൗസറും കുപ്പായ ഒരു ടീഷർട്ട് അതന്നെ ഉള്ളൂ. പിന്നെ ഡമ്മിമതൊക്കെ കുറച്ചൊക്കെ വീഡിയോസ് കൊടുത്തിട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, പക്ഷേ റേറ്റ് നമ്മളെ കൊണ്ട് താങ്ങൂല, ആ ഒരു ഇഷ്യൂ ഉള്ളൂ, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഡ്രസ്സൊക്കെ നോക്കി, കുറച്ച് പട്ടിഷോയൊക്കെ എടുത്ത് നോക്കി, പട്ടിഷോയൊക്കെ കാട്ടി, എല്ലാ ഡ്രസ്സും ഒന്ന് തോണ്ടി നോക്കി. ടീഷർട്ട്സും ഉണ്ട്. ഇത് ലേഡീസ് ടീഷർട്ടാണോ സംശയമുണ്ട്. ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ, ഞാൻ എടുത്തിട്ടില്ല. എനിക്കിതൊന്നും മൈൻഡിക്ക് വരുന്നേ ഇല്ല. കാരണം എനിക്ക് ഡ്രസ്സ് എടുത്തു, മക്കൾക്ക് ഡ്രസ്സ് എടുത്തു, മക്കൾക്ക് എടുത്തു, പക്ഷെ ഓക്ക് എടുക്കാഞ്ഞിട്ട് എനിക്കൊന്നും വാങ്ങാൻ തോന്നില്ല. എന്തോ മനസ്സിക്ക് വലിയ എന്തോ കല്ല് കയറിയപ്പോൾ ഒരു അവസ്ഥ, ഓക്ക് ഡ്രസ്സ് എടുക്കാഞ്ഞിട്ട്. അതൊന്നും തലയിൽ കയറുന്നില്ല, മൈൻഡ് വേറെ എവിടേക്കോ. സാധാരണ ഷോപ്പിങ്ങിന് പോയാൽ ഞാൻ പെട്ടെന്ന് സാധനം എടുത്ത് പോലുണ്ട്. ഇക്കുറി എന്താ എനിക്ക് പറ്റിയത്, എനിക്കൊന്നും പറ്റണില്ല. ഡ്രസ്സിൻ്റെ മൈൻഡും ഇല്ല, ഡ്രസ്സ് ചെയ്ത് എടുക്കണമെന്നും അറിയില്ല. സാധാരണ ഞാൻ ഇതൊക്കെ ഐഡിയ വെച്ചിട്ടാണ് ഞാൻ പോവൽ. കുറി എനിക്ക് എന്താ അറിയില്ല, എനിക്ക് നമുക്കൊന്നും ശ്രദ്ധ പോകണില്ല, വേറെ എന്തൊക്കെയോ സ്വകലാണ്. നമ്മൾ കോടിന്ന് ഇറങ്ങി, കോടി എന്താ പറയുക, നമുക്കൊന്നൊരു മൈൻഡ് ഷോപ്പിൽ പോയി നോക്കാണ് കേട്ടോ. എന്താ നേരെ ഇരുട്ടായി, 4 മണി 4:30 5 മണി സമയത്ത് ഇറങ്ങിയതാണ്. പിന്നെ വാമി കണ്ടു. അവിടെ പിന്നെ വുമൺസിന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ഒരു ആവറേജ് ഏജിലുള്ള ആൾക്കാർക്ക് മാത്രം, ചുരിദാറുകൾ മാത്രമേ അവിടെ, പാർട്ടിയേഴ്സ് മാത്രമേ അവിടെ അവൈലബിൾ ഉള്ളൂ. അവിടെ കയറില്ല. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, നാനോ മാക്സോ. അവിടുന്നാണ് നമുക്ക് ഡ്രസ്സ് കിട്ടിയത്. അത് താത്താൻ്റെ കുട്ടിക്ക്, എൻ്റെ മോക്ക് കിട്ടിയിട്ടില്ല. വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ അവിടെ നല്ല കളക്ഷൻ ഉണ്ട്, എനിക്ക് സ്വയം തോന്നി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒന്നും എനിക്കിഷ്ടമായില്ല. എന്താ എനിക്കറിയില്ല, എനിക്കിതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ എവിടെ പോയാലും പെട്ടെന്ന് എടുത്ത് പോയിരുന്ന ആളേക്ക് എന്താ അറിയില്ല, ഒരു ഡ്രസ്സും കണ്ടിട്ട് പറ്റണില്ല, എന്തൊക്കെയൊക്കെയോ ഒരു. അവിടെ നമ്മൾ ജസ്റ്റ് കയറിയ പാടന്നെ നിഷുവിനുള്ള ഡ്രസ്സ് കിട്ടിയിട്ടോ. ഒക്കെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സ് തന്നെ കിട്ടി. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡ്രസ്സ് തന്നെ, ഡബിൾ ഷെയ്ഡാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഡ്രസ്സ് തന്നെ, ഓൾ മനസ്സിൽ കിട്ടിയ ഡ്രസ്സ് തന്നെ ഓക്ക് കിട്ടി. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഈ ഷോപ്പിൽ കയറി നോക്കുക, അപ്പോൾ ലൂക്കിൽ നല്ല കളക്ഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോയതാണ്. കണ്ടോ ഓഫ് വൈറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് തിരഞ്ഞ് ഞാൻ ഹൈലൈറ്റ് മാളിൽ വരെ എത്തിക്കണം. ഇവിടെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇനി കണ്ടിട്ട് ഇപ്പം എന്താ കാര്യം. പോലോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ്, ഏത് മോഡലാണ് വേണ്ടത്, എത്ര റേറ്റ് എന്ന് ചോദിച്ചാൽ എല്ലാ അഫോർഡബിളായ റേറ്റിനുള്ള ഇഷ്ടമുള്ള ചുരിദാറുകൾ കാണിച്ചു തന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേപോലത്തെ കളർ ഡ്രസ്സ് ഇടണം വിചാരിച്ചിട്ടാണ് നമുക്ക് ഇതുവരെ ഡ്രസ്സൊന്നും മൊക്കാഞ്ഞത്. അപ്പോൾ പല ഷെയ്ഡ്സിലും നോക്കി. പിന്നെ ഇതൊക്കെ കാണിച്ചു തന്നപ്പോഴാണ് ഇപ്പോൾ മോഡലെല്ലാം എടുത്തിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കളിച്ചുകൊണ്ട് ഡബിൾ ഷെയ്ഡാണല്ലോ, അപ്പോൾ അതുപോലും എടുത്തൊന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡബിൾ ഷെയ്ഡില്ലേ ചുരിദാർ കാണാൻ. അത്യാവശ്യം ഭയങ്കര റേറ്റൊന്നുമില്ല, അഫോർഡബിൾ റേറ്റാണ്. ഇത് ഞാൻ ഇതുവരെ ഒരു ഷോപ്പിലും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എവിടെയാണ് കാണുന്നത്, ഞാൻ ഹലാസ് ബൊട്ടിക്കിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോലെ വീഡിയോസിലൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മളവിടെ ഷോപ്പുകളിലൊന്നും ഞാൻ അധികം ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ 2-3 ഷെയ്ഡുകൾ കാണിച്ചു തന്നു. ലാവൻഡർ കാണിച്ചു തന്നു, ഒരു പിങ്ക് കാണിച്ചു തന്നു, പിന്നെ കാണിച്ചു തന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമായത് ആ ഒരു പീക്കോ കളറാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടമായത്. നമ്മൾ സെലക്ട് ചെയ്തതും ഇതാണ്. നമ്മളധികം ഇവിടുന്ന് പെട്ടെന്ന് കിട്ടിയിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടോ, ഇത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല. ഇട്ടിട്ട് ഓക്ക് അത്ര മാച്ചായി തോന്നണില്ല. ഓല് സെയിൽസ് ഗേൾസ് ഇവിടുത്തെ സ്റ്റാഫ്സ് ബാക്കിൽ ടക്കിങ് ചെയ്തൊക്കെ ചെയ്തു തന്നു, പക്ഷെ ഞങ്ങൾക്കത് ഇഷ്ടമായില്ല. ചുരിദാർസിനൊക്കെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്, പക്ഷെ കിഡ്സിൻ്റെ കുറവാണ്. കുറവ് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. വെസ്റ്റേൺ കളക്ഷൻസൊക്കെ അത്യാവശ്യമുണ്ട്, പക്ഷേ പാർട്ടി വെയർ പൊതുവേ കുറവാണ്. ഞാൻ വീഡിയോസൊക്കെ എടുത്തു. ഈ കഫ്താൻ എനിക്കിഷ്ടമായി, പക്ഷെ അത് ഭയങ്കര പ്രിൻ്റായിപ്പോയി. പിന്നെ ടീഷർട്ട് 50% ഓഫ് ഉണ്ട് പറഞ്ഞാൽ കുറേ ടീഷർട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡെയിലി വെയറൊക്കെ യൂസ് ചെയ്യുക. പിന്നെ പാർട്ടി വെയർ വെച്ചാൽ ഒരു
പുത്തനിസം തോന്നണില്ല. ഉണ്ട്, പക്ഷെ നമുക്കൊരു പുത്തനായി തോന്നുമല്ലോ, അത് തോന്നണില്ല ഒന്നും കണ്ടിട്ട്. പിന്നെ ഓളെ കുട്ടിക്ക് കുറേ നോക്കി, താത്താൻ്റെ കുട്ടിക്ക് ഇങ്ങനെ നോക്കി. ഒരു ബ്ലാക്ക് ഉണ്ട്, അത് നല്ല ഭംഗിയുണ്ട്, പക്ഷെ അത് ഫുള്ള് ത്രെഡ് വർക്കാണ്. ഒരു പാർട്ടി വെയർ എന്നൊക്കെ പറയാൻ അതിൻ്റേതായ ഒരു ലെവലിൽ, മീൻസ് ഒരു പേഴ്സൊക്കെ വെച്ച് സ്റ്റോണൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുന്നത്, അങ്ങനത്തെ എനിക്ക് അവിടുന്ന് ഞാൻ കണ്ടില്ല. ഒരു മെറൂൺ അങ്ങാണ്ട് കാണിച്ചു തന്നു, അത് എനിക്കറ്റ ഇഷ്ടമായതുമില്ല. ബ്ലാക്ക് കണ്ടപ്പോൾ പിന്നെ എനിക്കും ഇഷ്ടമായി. ആ പാറ്റേൺ കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായി. ഓൾ അതിൻ്റെ കൂടെയുള്ള ഷാളാണ് കാര്യമായിട്ട് നോക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഓൾക്ക് ഇട്ടിട്ട്. പക്ഷെ എനിക്കൊരു കൽവർക്ക് വേണം വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ട്രയൽ ചെയ്തൊക്കെ നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ നമ്മൾ അതന്നെ പർച്ചേസ് ചെയ്യുക ചെയ്ത്. പിന്നെ നമ്മൾ ഓഫ് വൈറ്റ് തിരഞ്ഞ് നടക്കാത്ത സ്ഥലമില്ല. ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഓഫ് വൈറ്റ്. ഹൈലൈറ്റ് മാൾക്ക് വരെ പോയിക്കണം ഓഫ് വൈറ്റ് തിരഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ഫാൻസിക്ക് വിട്ടു കേട്ടോ. പർപ്പിൾ ഫാൻസിക്ക് മോളൂസിന് പിന്നെ എടുക്കാൻ വിചാരിച്ചു. ഫാൻസിക്ക് എന്തൊക്കെയോ പർച്ചേസ് ചെയ്തു. കണ്ടോ, ഇതൊക്കെ ഒരു മാലയാണോ ഗായ്സ്, എന്തൊരു മാല ഇതൊക്കെ. ഞാനായിട്ട് കുറേ പൊട്ടിഷോക്ക് കാണിച്ച്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.